ഞാൻ ഡോക്ടർ നിത്യ ചെറുക്കാവിൽ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എഗ് ഫ്രീസിങ് അഥവാ ഊസൈറ്റ് ക്രയോ പ്രിസർവേഷനെ കുറിച്ചാണ്. അപ്പോൾ എഗ് ഫ്രീസിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ കൂടുതലും അറിയപ്പെടുന്നത് സോഷ്യൽ എഗ് ഫ്രീസിങ് എന്നാണ്. എഗ് ഫ്രീസിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് വെയർ ഒരു പെൺകുട്ടീൻ്റെ ഓവറി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഊസൈറ്റ് അൾട്രാസൗണ്ട് ഗൈഡൻസ് വഴി ഊസൈറ്റ് എന്ന് വെച്ചാൽ എഗ്ഗാണ്. അപ്പോൾ ഈ എഗ്ഗിനെ റിട്രീവ് ചെയ്ത് അതിനെ ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എഗ് ഫ്രീസിങ് ഓർ ഊസൈറ്റ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ആർക്കാണ് വേണ്ടി വരുന്നത്? ഇപ്പോൾ കൂടുതലും കുറേ പേര് സോഷ്യൽ റീസൺസ് വെച്ചിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ റീസൺ എന്ന് വെച്ചാൽ കല്യാണം ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട്, കല്യാണം കുറച്ച് ലേറ്റായിട്ട്, മേ ബി കരിയർ ആയിരിക്കാം, എഡ്യൂക്കേഷൻ വൈസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റ് ആക്കാൻ, കുട്ടികളുടെ ചൈൽഡ് ബിയറിങ് ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലേഡീസ് വരാറുണ്ട്. കാരണം പ്രായം കൂടിപ്പോവും. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരു ലേഡിയുടെ ഫെർട്ടിലിറ്റി ഏജ് അറൗണ്ട് 35 ഇയേഴ്സ് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ഈ ഊസൈറ്റ് ക്രയോ പ്രിസർവേഷൻ ചോദിച്ചു വരാറുണ്ട്. അതല്ലാണ്ട് തന്നെ കുറേ മെഡിക്കൽ റീസൺസ് ഉണ്ട് ഊസൈറ്റ് ക്രയോ പ്രിസർവേഷന് വേണ്ടിയിട്ട്. ആ മെഡിക്കൽ റീസൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്യാൻസേഴ്സ് വളരെ കോമൺ ആണ്. ക്യാൻസേഴ്സ് ഈവൻ യങ് ജനറേഷനിലും യങ് പെൺകുട്ടികളിലും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാൻസർ വരുമ്പോൾ അവർക്ക് കീമോതെറപ്പി എടുക്കേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ ചില ടൈപ്സ് ഓഫ് കീമോ ഡ്രഗ്സ് ഒരു ഓവറീൻ്റെ ഏജിങ് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആക്കിയിട്ട് ചിലപ്പോൾ എഗ്സിനെ നശിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ യങ് ഏജിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഓർ യങ് ഏജിൽ ഒവേരിയൻ ക്യാൻസേഴ്സ് വരാറുണ്ട്. അങ്ങനെ ഒവേരിയൻ ക്യാൻസർ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓവറി എടുക്കേണ്ടി വന്നേക്കാം. ഓവറി എടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ ഓവറിയും യൂട്രസ് എന്ത് എടുത്തു കഴിഞ്ഞാലും അവർക്ക് ഇൻ ഫ്യൂച്ചർ അവരുടെ ഓവം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സെൽഫായിട്ടുള്ള പ്രഗ്നൻസീസ് ലേറ്റർ ഓൺ ഒരു സറോഗേറ്റ് മദറിൽ വെക്കാവുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, അല്ലാത്ത ഹൈ റിസ്ക് ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ ഓവറിയിൽ അസുഖമുള്ള ആൾക്കാർ, ഓവറിയിൽ ഇപ്പോൾ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് ആയിരിക്കാം, എക്സ്റ്റെൻസീവ് എൻഡോമെട്രിയോസിസ് വന്നിട്ട് ചിലപ്പോൾ ഓവറി എടുക്കേണ്ട ഒരു ആവശ്യം വന്നേക്കാം. അങ്ങനത്തെ ആൾക്കാരെയും ആദ്യം ഓവം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഓവം എടുത്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നെ ചില ആൾക്കാരിൽ ഏജിങ് പ്രിമച്യൂർ ഒവേരിയൻ ഫെയിലിയർ എന്ന് പറയും. പ്രിമച്യൂർ ഒവേരിയൻ ഫെയിലിയർ എന്ന് വെച്ചാൽ പ്രിമച്യൂറായിട്ട് മെനോപോസ് ആയി പോകുന്നു. ചില ആൾക്കാർക്ക് അറൗണ്ട് 35-40 ഇയേഴ്സ് തന്നെ അത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളായിരിക്കാം. അങ്ങനെ പ്രിമച്യൂർ ഒവേരിയൻ ഫെയിലിയർ വരുന്ന ആൾക്കാരിലും ഈ ഓവം സ്റ്റോർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ഊസൈറ്റ് ക്രയോ പ്രിസർവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് റുട്ടീനായിട്ട് IVF ചെയ്യുന്ന മാതിരി തന്നെ ഫസ്റ്റ് നമ്മളടുത്ത് പേഷ്യൻറ്റ് വരുമ്പോൾ അവർ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോർമോൺ ഇഞ്ചെക്ഷൻസിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഓറൽ മെഡിക്കേഷൻസ് ആയിരിക്കാം. ഇത് കൊടുത്തിട്ട് ഓവറി സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓവറി സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ ഈ ഓവറിയിലെ എഗ്സ് മെച്യൂർ ആകുന്നത്, നമ്മൾ അൾട്രാസൗണ്ട് വഴി അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് നടത്തിയിട്ട് എപ്പോഴാണോ ഇത് മെച്യൂർ ആകുന്നത്, അൾട്രാസൗണ്ട് ഗൈഡൻസ് വഴി ഈ എഗ്ഗ് റിട്രീവ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഫ്രീസിങ് ചെയ്യുക. പണ്ട് കാലത്ത് സ്ലോ കൂളിംഗ് പ്രോസസ്സായിരുന്നു, ഇപ്പോൾ റാപ്പിഡ് കൂളിംഗ് പ്രോസസ്സാണ്, വിട്രിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഈ വിട്രിഫിക്കേഷൻ പ്രോസസ്സ് ഇപ്പോൾ കൂടുതലും സെൽസിനെ നശിപ്പിക്കില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ബെറ്റർ പ്രൊസീജിയർ. പണ്ട് കാലത്തേക്കാളും ഇപ്പോൾ ഇത്രയും പണ്ട് കാലത്ത് ഊസൈറ്റ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെൻ്റൽ ഫേസ് ആയിരുന്നു, ലോങ് ബാക്ക്, ഒരു 10-20 ഇയേഴ്സ്. ഇപ്പോൾ കഴിഞ്ഞ 5 to 10 ഇയേഴ്സിൽ കുറേയേറെ അഡ്വാൻസ്മെൻറ്റ്സ് വന്നു. അപ്പോൾ ഇപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റൽ പ്രോസസ്സ് ആയിട്ടല്ല, ഇപ്പോൾ ഇത് റെഗുലറായിട്ട് റുട്ടീനായിട്ട് IVF ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു ഊസൈറ്റ് ക്രയോ പ്രിസർവേഷൻ റുട്ടീനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ എഗ്സ് റിട്രീവ് ചെയ്തതിന് ശേഷം അത് റാപ്പിഡ് കൂളിംഗ് പ്രോസസ്സിൽ വിട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് അതിനെ ഫ്രീസ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അത് ഫ്രീസ് ചെയ്ത് നമുക്ക് എപ്പോഴാണോ സ്റ്റോർ ചെയ്യുക, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത്, അന്നേരം അതിനെ ഒരു വാം ലിക്വിഡിലേക്ക്, അല്ലെങ്കിൽ തോയിങ് എന്ന് പറയും, അങ്ങനെ വാം ലിക്വിഡിലേക്ക് അത് ഇട്ടിട്ട് അത് വളർത്തിയെടുത്തിട്ട് ഒരു സ്പേമിന് ഇക്സി വഴി അതിനകത്തേക്ക് ഇക്സി എന്ന് പറയുന്ന പ്രൊസീജിയറിന് ഈ സ്പേമിന് ഓവത്തിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എംബ്രിയോ ഒരു 3 to 5 days കഴിഞ്ഞിട്ട് ആ ഒരു
ലേഡി അമ്മ ആകാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ പ്ലാൻ ചെയ്യുന്നത് അന്നേരം ഒരു 3 to 5 ഡേയ്സിൻ്റെ എംബ്രിയോ ഈ ലേഡീൻ്റെ അകത്ത് യൂട്രസിൻ്റെ അകത്തേക്ക് ഇടുന്നതിനാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. ഇനി ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയാൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏജ് ഓഫ് ദ ലേഡി. എപ്പോഴാണോ അവരുടെ ഓവം നമ്മൾ റിട്രീവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഏജിന് റിലേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ സക്സസ് റേറ്റ് വരുന്നത്. ദ ഏർലിയർ ദ ബെറ്റർ. അപ്പോൾ 35 ഇയേഴ്സിലും മേലെ പോകുമ്പോൾ ഓവറീൻ്റെ ഫെർട്ടിലിറ്റി കുറഞ്ഞു തുടങ്ങും. അപ്പോൾ 35 ഇയേഴ്സ് പ്ലസ് ആകുമ്പോൾ സക്സസ് റേറ്റ് 35 ഇയേഴ്സിലാണ് നമ്മൾ ആ ഓവം സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് കുറഞ്ഞു തുടങ്ങും ആഫ്റ്റർ 35 ഇയേഴ്സ്. അപ്പോൾ ഈ ഊസൈറ്റ് ക്രയോ പ്രിസർവേഷനൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഏർലിയർ ദ ബെറ്റർ. അപ്പോൾ 35 ഇയേഴ്സിലും മേലെ കുറവാണെന്നുണ്ടെങ്കിൽ സക്സസ് റേറ്റ് ബെറ്ററാണ്. ഓൺ ആൻ ആവറേജ് ഇറ്റ് ഇസ് അറൌണ്ട് 33 to 50%. അപ് ടു 70% വരെ ഉണ്ടാകാറുണ്ട്. ബട്ട് ഓൺ ആൻ ആവറേജ് ഇറ്റ് ഇസ് നോർമലി 33 to 50% സക്സസ് റേറ്റ്. ഇനി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇനി അടുത്ത ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകും, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഓവം ക്രയോ പ്രിസർവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് പിന്നെ അതിന് എംബ്രിയോ ഉണ്ടാക്കി എടുക്കുമ്പോൾ അതെങ്ങാനും അബ്നോർമൽ ബേബി ആകാനുള്ള സാധ്യതകളുണ്ട്. ഇതുവരെയും കഞ്ചനൈറ്റൽ അനോമലീസ്, ഇതുവരെ അബ്നോർമൽ ബേബീസോ കഞ്ചനൈറ്റൽ അനോമലീസ് ഒന്നും ഇതുവരെയും ഡോക്യുമെൻ്റ് ചെയ്തിപ്പെട്ടിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാം സെയിം ലൈക്ക് അതർ നോർമൽ റെഗുലറായിട്ട് റുട്ടീനായിട്ട് വരുന്ന IVF പ്രൊസീജിയേഴ്സിൻ്റെ എങ്ങനെയാണോ സെയിം ടൈപ്പ് ഓഫ് ഇത് തന്നെയാണ് ഇഷ്യൂസും സെയിം പ്രോബ്ലംസ് തന്നെയാണ് ഇവിടെ ഉണ്ടാകാറ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ? കോംപ്ലിക്കേഷൻസ് ഇസ് ഓൾസോ ദ സെയിം ആസ് റെഗുലർ IVF പ്രൊസീജിയറിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം അതേ സെയിം ടൈപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ്. അതിപ്പോൾ ചെറിയ രീതിയിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം. കാരണം ഈ ഊസൈറ്റ് പിക്കപ്പ് ചെയ്യുന്ന പ്രൊസീജിയറിൽ ചെറിയ രീതിയിൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ബ്ലീഡിങ് ഓർ ഊസൈറ്റ് പിക്കപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഓവം സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഓവറി ഹൈപ്പറായിട്ട് സ്റ്റിമുലേറ്റ് ആയി പോകാം, OHSS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് അതൊക്കെ ചെറിയ ശതമാനമേ ഉള്ളൂ. ഇപ്പോൾ OHSS ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ പുതിയ അഡ്വാൻസ്മെൻറ്റ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ കോസ്റ്റ്, ഇപ്പോൾ ഊസൈറ്റ് പിക്കപ്പിൻ്റെ പ്രൊസീജിയർ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഗുലർ ഫസ്റ്റ് IVF മാതിരി തന്നെയാണല്ലോ ഓവറി സ്റ്റിമുലേറ്റ് ചെയ്ത് ഓവം പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഇറ്റ് കംസ് ടു അറൌണ്ട് 1.5 to 2.5 lakhs plus 2.5 depending on which clinic you're going to, which IVF center you're going to. But it also depends on which IVF center you're going to. On an average it is around 1.5 to 2.5 lakhs plus storage cost. Storage cost എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എത്ര വർഷമാണോ എടുത്ത് വെക്കുന്നത് അതിനനുസരിച്ചാണ്. അപ്പോൾ ചില സ്ഥലത്ത് 6 monthly സ്റ്റോറേജ് കോസ്റ്റ് ആയിരിക്കും. കാരണം ഇത് ബാങ്ക് ചെയ്യാണല്ലോ, എടുത്ത് വെക്കുകയാണല്ലോ. അപ്പോൾ ചില സ്ഥലത്ത് ഇത് 6 monthly സ്റ്റോറേജ് കോസ്റ്റ് ആയിരിക്കും, ചില സ്ഥലത്ത് ഇത് 1 year സ്റ്റോറേജ് കോസ്റ്റ് ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ 6 monthly ചിലയിടത്ത് 20,000 per 6 months or 40,000 per year. ഓൺ ആൻ ആവറേജ് അത് 40,000 to 50,000 per year ആണ് സ്റ്റോറേജ് കോസ്റ്റ് വരാറ്. എത്ര വർഷത്തേക്ക് എടുത്ത് വെക്കാമെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ അത് എനിക്ക് എത്ര വർഷത്തേക്ക് എൻ്റെ ഓവം എടുത്ത് വെക്കാമെന്നുള്ളത് ഇതുവരെയും പഠിച്ചിട്ടുള്ളത് അറൗണ്ട് 4 years വരെ, ഓൺ ആൻ ആവറേജ് 4 years വരെ എടുത്ത് വെക്കുക. ബിക്കോസ് 4 years കഴിഞ്ഞ് പിന്നെയും അത് എടുത്ത് വെക്കുമ്പോൾ ആ മദറിൻ്റെ ഏജ് കൂടി തുടങ്ങുകയാണ്. മദറിൻ്റെ ഏജ് കൂടി തുടങ്ങുമ്പോൾ അല്ലാത്ത അതിൻ്റേതായിട്ടുള്ള പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് 4 years ആണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനോടായിട്ടോ അല്ലെങ്കിൽ ഇതിനോടായിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിയർ ബൈ ക്ലിനിക്, ഒരു നിയർ ബൈ IVF സെൻറ്ററോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്ന അറൗണ്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാൽ മതി.